ഇന്നൊരു ക്രിസ്തുമസ് വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കിലോ അരിയാണ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് പൊന്നരി വാങ്ങി ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് കുതിർത്തി വെച്ചിട്ടൊരു 4-5 മണിക്കൂറായി. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരി മാത്രം ആദ്യം അരച്ചെടുക്കുകയാണ്. അതിനൊരു 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാൻ അരി അരച്ചെടുക്കണത്. വെള്ളം അരിക്ക് താഴെ നിൽക്കാൻ പാടില്ല, എന്നാലേ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 3 സ്പൂണ് അരച്ചത് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് ഞാൻ കുറുക്കിയെടുക്കുകയാണ്. ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ വട്ടയപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് ഇങ്ങനെ കുറുതായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ തണുത്തു. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1 നാളികേരമാണ് കേട്ടോ 1 കിലോ അരിയിലേക്ക് ഞാൻ എടുക്കണത്. 1 നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഈസ്റ്റ്, കണ്ട വെള്ളമൊക്കെ അത്ര ഒഴിക്കാൻ പാടില്ല, കൂടുതലായി പിന്നെ ശരിക്കും അറിയില്ല. അപ്പോൾ 1 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ അതും കൂടി അരച്ച് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഏലക്കായാണ് കേട്ടോ. ഏലക്കായ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂണാണ് കേട്ടോ. ഇപ്പോൾ അതൊരു 5-8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇതാ നമുക്കിനി വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3-4 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് മുന്തിരി ഇട്ട് കൊടുക്കാം, നട്ട്സ് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് ഉണ്ടാക്കിയെടുത്ത വട്ടയപ്പാണിത് കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് വട്ടയപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ബൈ. താങ്ക് യു.